ശ്മശാനത്തിൽ നിന്നും മിഥുൻ പിള്ള കൂടി ചേരുന്നു. മിഥുൻ, ശ്മശാനത്തിൽ മാവൂർ റോഡിലെ ശ്മശാനത്തിലാണല്ലോ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര കർമ്മങ്ങൾ നടക്കുക. അവിടെ അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ടോ? അത് വൈദ്യുത ശ്മശാനമാണോ? ഏത് നിലയിലാണ് സംസ്കാര കർമ്മങ്ങൾ നടക്കുക? മിഥുൻ പിള്ള, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, നവീകരിച്ച മാവൂർ റോഡ് ശ്മശാനം ഇപ്പോൾ ആദ്യമായി ഇവിടെ സംസ്കരിക്കുന്നത് MD വാസുദേവൻ നായരുടെ ഭൗതിക ദേഹമായിരിക്കും. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഗ്യാസ് ക്രിമറ്റോറിയമാണ് ഇതിനായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ശ്മശാനത്തിൻ്റെ തൊട്ട് മുൻപിലുള്ള സ്ഥലത്ത് വെച്ച് ഔദ്യോഗിക ബഹുമതികൾ നൽകിയ ശേഷം നേരെ ഈ ഒരു ഗ്യാസ് ക്രിമറ്റോറിയത്തിലേക്കായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കൊണ്ടുവരിക. തുടർന്ന് ആചാരമര്യാദകൾ പാലിച്ചുകൊണ്ട് ആ ക്രിമറ്റോറിയത്തിനുള്ളിലേക്ക് ആ മൃതദേഹം കടത്തിവിടുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഇതിനുള്ള വേണ്ട ഒരുക്കങ്ങളൊക്കെ തന്നെ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഒരു അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് ഈ അധികൃതർ എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ ഈ ക്രിമറ്റോറിയത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ തന്നെ വന്ന് ഇവിടെ എത്തി കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി ഇതിൻ്റെ ഒരു പ്രവൃത്തിയെ സംബന്ധിച്ചൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. ഇതിലും മലയാള സാഹിത്യ ലോകത്തിന് നിസ്തുലമായ സംഭാവനകൾ നൽകിയിട്ടുള്ള MD വാസുദേവൻ നായർ ഓർമ്മയായിരിക്കുന്നു. ആ ഓർമ്മ സംസ്കാര ചടങ്ങുകളിലേക്ക് പോകാൻ അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ എത്തി ഈ ചടങ്ങുകൾ, ആചാരപരമായ ചടങ്ങുകൾ ചെയ്ത ശേഷമായിരിക്കും ഈ ഒരു സംസ്കാര ഈ ക്രിമറ്റോറിയത്തിനുള്ളിലേക്ക് ഭൗതികദേഹം എടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. അധികൃതർ ഉൾപ്പെടെ വന്നിവിടെ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. വിനോദ്. മിഥുൻ പിള്ള, അതേപോലെ തന്നെ നമുക്കറിയാം അദ്ദേഹം ജ്ഞാനപീഠ ജേതാവാണ്. അദ്ദേഹം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള വ്യക്തിയാണ്. ചലച്ചിത്രകാരനാണ്, സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, അധ്യാപകനാണ്, പത്രാധിപരാണ്. അങ്ങനെ സമസ്ത മേഖലകളും, അക്ഷരത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും എല്ലാം സമസ്ത മേഖലകളിലും വിരാജിച്ചിരുന്ന മഹാപ്രതിഭ. അദ്ദേഹത്തിന് എന്തായാലും അത് ഔദ്യോഗിക ബഹുമതികളോടെ ആയിരിക്കുമല്ലോ അദ്ദേഹത്തിൻ്റെ സംസ്കാര കർമ്മം നടക്കുക. അതിനു വേണ്ടിയിട്ട് ആവശ്യമായ പോലീസ് സേന അംഗങ്ങളൊക്കെ തന്നെ അങ്ങോട്ടേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ടോ? അത്തരം ചടങ്ങുകളും ഇതിനു മുമ്പ് ഉണ്ടാകുമല്ലോ മിഥുൻ പിള്ള. വിനോദ്, മലയാള സാഹിത്യ ലോകത്തിന് മാത്രമല്ല സിനിമാ ലോകത്തിനുൾപ്പെടെ എണ്ണമറ്റാത്ത സംഭാവനകൾ നൽകിയൊരു മഹാവ്യക്തിത്വമാണ് MT വാസുദേവൻ നായർ. അതുകൊണ്ട് തന്നെ ആ വ്യക്തിത്വത്തിനെ അർഹിച്ച ബഹുമാനം നൽകിക്കൊണ്ട് തന്നെ വേണം യാത്രയാക്കാൻ. ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോൾ അധികൃതർ ഇവിടെ എത്തി കാര്യങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ എത്രത്തോളം സ്വാധീനം പൊതുജനങ്ങൾക്കുള്ളിലും അതുപോലെ തന്നെ സാധാരണക്കാരനായ മനുഷ്യന്മാർക്കിടയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അത് തന്നെയാണ് ഇവിടേക്ക് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുൾപ്പെടെ ആളുകൾ ധാരാളമായി ഒഴുകിയെത്താനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം. ആ ഒരു കാഴ്ച തന്നെയാണ്. ആ ജനസഞ്ചയം, ഇത്രത്തോളം വലിയൊരു ജനസഞ്ചയം വീട്ടിലേക്ക് ഒഴുകിയെത്താനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇവിടെ ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി ഈ ക്രിമറ്റോറിയത്തിൻ്റെ പ്രവൃത്തിയെ സംബന്ധിച്ചൊരു വ്യക്തത വരുത്തുന്നുണ്ട്. കാര്യങ്ങൾ പരിശോധിക്കുന്നുമുണ്ട്. അധികൃതർ ഇവിടെ എത്തി ഓരോ കാര്യങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും ഇവിടത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കൊണ്ടുവരിക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം സാഹിത്യ ലോകത്ത് MT സംഭാവനകൾ നൽകിയിരുന്നു എന്ന് നമുക്ക് അറിയാം. കാരണം ഈ 7 പതിറ്റാണ്ട് നീണ്ട അദ്ദേഹത്തിൻ്റെ ഒരു സാഹിത്യ സപര്യയുണ്ട്. സിനിമാ മേഖലയിലും സാഹിത്യ രംഗത്തും അദ്ദേഹം കൈവച്ച മേഖലകളിലൊക്കെ തന്നെ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആ മഹാവ്യക്തിത്വം അല്പസമയത്തിനകം തന്നെ ഓർമ്മയായി മാറുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. കാരണം നമുക്കറിയാം, ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് അദ്ദേഹം അന്തരിച്ചത്. തുടർന്ന് വീട്ടിൽ പൊതുദർശനം വെച്ചിരുന്നു. ആ പൊതുദർശനത്തിൽ ആയിരങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒഴുകി എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്.
സാമൂഹ്യ രാഷ്ട്രീയ സിനിമാ രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കോഴിക്കോട് നടക്കാവിലെ സിത്താര എന്ന വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അന്തിമോപചാരം അർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുസ്മരിച്ച ഓരോരുത്തരും കണ്ണു നിറഞ്ഞുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് നാം കണ്ടതാണ്. അദ്ദേഹം എത്രത്തോളം ഒരു പ്രാമുഖ്യമുള്ളൊരു വ്യക്തിയായിരുന്നു എന്നൊരു കാര്യം അവിടെ പറഞ്ഞ ഓരോ ആൾക്കാരും നമ്മോട് വ്യക്തമാക്കിയതുമാണ്. ഇപ്പോൾ ഈ ക്രിമറ്റോറിയത്തിൻ്റെ പ്രവൃത്തികളൊക്കെ തന്നെ MT വാസുദേവൻ നായരുടെ അടുത്ത സുഹൃത്തു കൂടിയായ MN കാരശ്ശേരി മാഷ് ഇവിടെ എത്തി കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. ഈ ക്രിമറ്റോറിയത്തിൻ്റെ പ്രവൃത്തിയെ സംബന്ധിച്ച ചോദ്യങ്ങളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതൊരു ഗ്യാസ് ക്രിമറ്റോറിയമാണ്. മുമ്പിൽ കിടക്കുന്ന ഷീറ്റിൽ ഭൗതികദേഹം വെച്ച ശേഷം ആ ക്രിമറ്റോറിയത്തിനുള്ളിലേക്ക് ഭൗതികദേഹം പ്രവേശിപ്പിക്കുകയായിരിക്കും ചെയ്യും. തുടർന്ന് ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ദഹന പ്രക്രിയ നടത്തുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ക്രിമറ്റോറിയം ഇപ്പോൾ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ആളുകൾ ഒക്കെ തന്നെ ഈ ക്രിമറ്റോറിയത്തിലേക്ക് എത്തുകയും കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇവിടേക്ക് ഈ ശ്മശാനത്തിലേക്ക് കൊണ്ടുവരികയും ഇവിടെ എത്തിച്ച് അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകിയ ശേഷം ആ ഭൗതികദേഹം ഈ ക്രിമറ്റോറിയത്തിലേക്ക് എടുക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വിനോദ്, അത് തന്നെയാണ് മിഥുൻ പിള്ള. ഈ ഗാർഡ് ഓഫ് ഓണർ ചടങ്ങുകൾ അത് ഈ ശ്മശാനത്തിനുള്ളിലാണോ അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്? അതിനു വേണ്ടിയിട്ടുള്ള പോലീസ് സേനാ വിഭാഗങ്ങളൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ? കാരണം അദ്ദേഹം മലയാള ഭാഷയെ ആഗോളതലത്തിൽ തന്നെ മലയാള ഭാഷയ്ക്ക് കൃത്യമായ അടയാളപ്പെടുത്തൽ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഭാഷ ഈ ലോകത്തുണ്ട് എന്ന് ഈ ലോകത്തോട് സാക്ഷ്യപ്പെടുത്തിയ, അക്ഷരങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തിയ, സിനിമകളിലൂടെ തൻ്റെ സാഹിത്യകൃതികളിലൂടെ ഈ ലോകത്തിന് മുമ്പിൽ വരച്ചു കാട്ടിയ മഹാപ്രതിഭ, അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിനുള്ള ചടങ്ങുകളും അതിൻ്റെ ക്രമീകരണങ്ങളും അവിടെ പൂർത്തിയായിട്ടുണ്ടോ മിഥുൻ പിള്ള? വിനോദ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്രിമറ്റോറിയത്തിൻ്റെ മുൻഭാഗത്താണ്. ഇവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. തൊട്ട് പുറത്താണ് ഇതിനുള്ള ഈ ഗാർഡ് ഓഫ് ഓണർ അടക്കം നടക്കുന്ന ചടങ്ങുകൾ നടത്താൻ വേണ്ടിയുള്ള ഒരു ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും ഗാർഡ് ഓഫ് ഓണർ നൽകിയ ശേഷമായിരിക്കും ഇങ്ങോട്ടേക്ക് ഭൗതിക ദേഹം കൊണ്ടുവരിക. ഏതായാലും നമുക്കറിയാം, ലോകത്തിന് മുന്നിൽ മലയാളത്തെ അടയാളപ്പെടുത്തിയ മഹാസാഹിത്യകാരനാണ് MT വാസുദേവൻ. അദ്ദേഹം ഇന്നലെ രാത്രിയോടുകൂടിയാണ് നമുക്കറിയാം ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇവിടെ പറഞ്ഞത്. ആ തീരാ നഷ്ടത്തെ കുറിച്ച് തന്നെയാണ് ഇന്ന് അദ്ദേഹത്തെ കണ്ട അന്തിമോപചാരം അർപ്പിക്കാൻ വന്ന ഓരോരുത്തരും നമ്മോട് പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, അദ്ദേഹം 50-ലും മുകളിൽ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. 6 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കൈവച്ച മേഖലകളിലൊക്കെ തന്നെ കൃത്യമായ വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു വ്യക്തിത്വം തന്നെയാണ് MT വാസുദേവൻ. മാത്രമല്ല, ഈ 6 സിനിമകൾ അദ്ദേഹം വെറും 6 സിനിമകൾ മാത്രമാണ് സംവിധാനം ചെയ്തെങ്കിൽ പോലും ആ 6 സിനിമകളും എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളാണ് എന്നതിനെ സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ല. അത്രയേറെ സിനിമ സാഹിത്യ രംഗത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ നിസ്തുലമാണ് എന്നുള്ളത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും 4 മണിയോടുകൂടി തന്നെ ഭൗതികദേഹം ഈ ശ്മശാനത്തിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 4 മണിക്ക് ശേഷം 4 മണിക്ക് ഇവിടെ എത്തിച്ച് ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഈ ഭൗതികദേഹം ഈ ക്രിമറ്റോറിയത്തിലേക്ക് എത്തിക്കുക. വിനോദ്.